പോലീസ് സ്റ്റേഷനുകളിലെ CCTV സംവിധാനങ്ങൾ പ്രവർത്തനരഹിതമായ വിഷയത്തിൽ സുപ്രീം കോടതി സ്വമേധയാ കേസെടുത്തു. കഴിഞ്ഞ 8 മാസത്തിനിടെ പോലീസ് കസ്റ്റഡിയിൽ 11 പേർ മരിച്ചെന്ന ഒരു പത്ര റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കോടതിയുടെ ഈ നിർണായക ഇടപെടൽ. പോലീസ് സ്റ്റേഷനുകളിലെ CCTVകൾ പ്രവർത്തനരഹിതമാണെന്ന റിപ്പോർട്ടുകൾ പരിഗണിച്ച് സുപ്രീം കോടതി സ്വമേധയാ ഒരു പൊതുതാൽപര്യ ഹർജി ഫയൽ ചെയ്തു. ജസ്റ്റിസുമാരായ വിക്രം മാത്ത്, സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഈ വിഷയം ഏറ്റെടുത്തത്. കഴിഞ്ഞ 8 മാസത്തിനിടെ പോലീസ് കസ്റ്റഡിയിൽ 11 മരണങ്ങൾ സംഭവിച്ചുവെന്ന ദൈനിക് ഭാസ്കർ പത്രത്തിലെ റിപ്പോർട്ട് ഇതിനാധാരമായി. 2020-ൽ രാജ്യത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും നൈറ്റ് വിഷൻ സൗകര്യമുള്ള CCTV ക്യാമറകൾ സ്ഥാപിക്കണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു. CBI ഉൾപ്പെടെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഓഫീസുകളിലും ഇത് നിർബന്ധമാക്കിയിരുന്നു. എന്നാൽ പലയിടത്തും ഈ ഉത്തരവ് പൂർണ്ണമായും നടപ്പാക്കിയിട്ടില്ലെന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് കോടതി നേരിട്ടിടപെടാൻ തീരുമാനിച്ചത്. ഈ സുപ്രധാന നീക്കം കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് നേതാവായ VS സുജിത്തിനെ പോലീസ് ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ്. 2023 ഏപ്രിൽ 5-ന് നടന്ന ഈ സംഭവം CCTV ദൃശ്യങ്ങൾ ഉണ്ടായിട്ടും പോലീസ് ഒതുക്കിത്തീർക്കാൻ ശ്രമിച്ചെന്ന ആരോപണങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പോലീസിലെ സുതാര്യത ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയാണ് കോടതിയുടെ ഈ നീക്കം ഊന്നിപ്പറയുന്നത്. ചരക്ക് സേവന നികുതി GST സ്ലാബുകൾ 4-ൽ നിന്ന് 2-ആയി കുറയ്ക്കാൻ തീരുമാനിച്ചു. അതോടെ എല്ലാ മരുന്നുകളുടെയും GST 5% കുറയും. നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും കുറയും. സ്ലാബുകൾ കുറയ്ക്കണമെന്ന നിർദ്ദേശം 56ാമത് GST കൗൺസിൽ യോഗം അംഗീകരിച്ചതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അറിയിച്ചു. സെപ്റ്റംബർ 22 മുതൽ പ്രാബല്യത്തിൽ വരും. വരുമാനം കുറയുന്നതിനാൽ നഷ്ടപരിഹാരം വേണമെന്ന് കേരളം ആവശ്യപ്പെട്ടു. ഇക്കാര്യം ഹിമാചൽ പ്രദേശ്, കർണാടക, ഝാർഖണ്ഡ്, പഞ്ചാബ്, തമിഴ്നാട്, ജമ്മു കാശ്മീർ, തെലങ്കാന, പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളും ഉന്നയിച്ചു. നിലവിലെ 12%, 28% സ്ലാബുകൾ നിർത്തലാക്കാനും 5%, 18% നിരക്കുകൾ തുടരാനുമാണ് തീരുമാനം. 12% GSTയുള്ള ഏകദേശം 99% ഉൽപ്പന്നങ്ങളുടെയും നികുതി 5%-ആയി കുറയും. 28% നികുതിയുള്ള 90% ഉൽപ്പന്നങ്ങളുടെ നികുതി 18%-ആയി മാറും. ആഡംബര ഉൽപ്പന്നങ്ങൾ, ലഹരി വസ്തുക്കൾ, പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് 40% GST ഏർപ്പെടുത്തും. നികുതി കുറയുന്നതോടെ ആഭ്യന്തര വിപണിയിൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാമെന്നും US-ന്റെ 50% ഇറക്കുമതി തീർവ സൃഷ്ടിക്കുന്ന പ്രതിസന്ധി മറികടക്കാമെന്നും സർക്കാർ കരുതുന്നു. നിലവിൽ 12% നികുതിക്ക് കീഴിലുള്ള ഏകദേശം 99% ഇനങ്ങളും 5%-ലേക്കും 28% നികുതി ചുമത്തുന്ന 90% സാധനങ്ങളും 18% വിഭാഗത്തിലേക്കും മാറും. 5%-ലേക്ക് വന്നവ മരുന്നുകൾ, ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ, ബാൻഡേജ്, ഗ്ലൂക്കോമീറ്റർ, ഹോട്ടൽ അക്കോമഡേഷൻ സർവീസസ്, ജിം, സലൂൺ, യോഗ സെന്റർ, പാക്കേജ്ഡ് ഭുജിയ, സോസ്, പാസ്ത, ഇൻസ്റ്റന്റ് നൂഡിൽസ്, ചോക്ലേറ്റ്, കോഫി, ശീതീകരിച്ച മാംസം, കോൺഫ്ലെക്സ്, ബട്ടർ, നെയ്യ്, ട്രാക്ടർ, കൃഷിക്കുള്ള മെഷീനുകൾ. കൈക്കൂലി ഉൾപ്പെടെയുള്ള കേസുകൾ സർക്കാർ ജീവനക്കാർക്കെതിരെ വർദ്ധിക്കുമ്പോഴും നിയമപരമായ പരിരക്ഷ ഉറപ്പാക്കാൻ സർക്കാർ തീരുമാനിച്ചു. സർക്കാർ ജീവനക്കാർക്കെതിരായ പരാതികളിൽ ഏകപക്ഷീയമായ അന്വേഷണ നടപടികൾക്ക് തടയിട്ട സംസ്ഥാന ആഭ്യന്തര വകുപ്പാണ് പുതിയ വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. ഏതെങ്കിലും ജീവനക്കാരനെതിരെ പരാതി ലഭിച്ചാൽ അന്വേഷണത്തിന് ഉത്തരവിടുന്നതിന് മുൻപായി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് പരാതിയുടെ പകർപ്പ് സഹിതം ബന്ധപ്പെട്ട ജീവനക്കാരനും അദ്ദേഹത്തിന്റെ മേലുദ്യോഗസ്ഥനും നോട്ടീസ് അയക്കണമെന്ന് വിജ്ഞാപനത്തിൽ വ്യക്തമാക്കുന്നു. മേലുദ്യോഗസ്ഥൻ വിയോജിച്ചാൽ കേസെടുക്കാനാകില്ല. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ജീവനക്കാരെ സ്വാധീനിക്കാനുള്ള സർക്കാരിന്റെ ശ്രമമാണിതെന്ന് ആരോപണം. പുതുതായി നിലവിൽ വന്ന ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടിയെന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ അഭിപ്രായം. എന്ത് പരാതിയാണെങ്കിലും ജീവനക്കാർക്ക് അവരുടെ ഭാഗം വിശദീകരിക്കാൻ അവസരം നൽകുകയും വ്യാജ പരാതികളിൽ നിന്ന് സംരക്ഷണം നൽകുകയുമാണ് ലക്ഷ്യമെന്നും ആഭ്യന്തര വകുപ്പ് പറയുന്നു. പുതിയ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം മജിസ്ട്രേറ്റിന്റെ നോട്ടീസ് ലഭിച്ചാൽ ജീവനക്കാരന്റെ മേലുദ്യോഗസ്ഥൻ പരാതിയെക്കുറിച്ച് അന്വേഷിക്കണം. വാദിയെയും പ്രതിയെയും മേലുദ്യോഗസ്ഥന് കേൾക്കേണ്ടിവരും. എന്നിട്ടാകണം വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. ആരോപിക്കണേതനായ ജീവനക്കാരനെതിരെ മുൻപ് വകുപ്പുതല നടപടികൾ ഉണ്ടായിരുന്നുവെന്ന കാര്യവും റിപ്പോർട്ടിൽ വ്യക്തമാക്കണം. ഇതോടൊപ്പം പരാതിയിൽ ഉൾപ്പെട്ട ജീവനക്കാരനും മജിസ്ട്രേറ്റിന് നേരിട്ട് വിശദീകരണം നൽകണം. മേലുദ്യോഗസ്ഥന്റെ റിപ്പോർട്ടും ജീവനക്കാരന്റെ വിശദീകരണവും പരിശോധിച്ച ശേഷമായിരിക്കും പരാതിയിൽ തുടരന്വേഷണം വേണോമെന്ന കാര്യത്തിൽ മജിസ്ട്രേറ്റ് അന്തിമ തീരുമാനമെടുക്കുക. റിപ്പോർട്ടും വിശദീകരണവും സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി മജിസ്ട്രേറ്റിന് നിശ്ചയിക്കാം. ഈ സമയപരിധിക്കുള്ളിൽ ഇവ നൽകുന്നതിൽ ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തിയാൽ തുടർ നടപടികളുമായി മുന്നോട്ടു പോകാനും മജിസ്ട്രേറ്റിന് അധികാരമുണ്ടായിരിക്കുമെന്നും ആഭ്യന്തര വകുപ്പ് പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ പറയുന്നു. ചുരുക്കത്തിൽ പരാതി ലഭിച്ചാൽ മേലുദ്യോഗസ്ഥൻ അനുകൂല റിപ്പോർട്ട് നൽകിയാൽ പോലീസിന് കേസെടുക്കാനാകില്ല. കഴിഞ്ഞ 3.5 വർഷത്തിനിടെ വിവിധ സർക്കാർ വകുപ്പുകളിലെ 539 ജീവനക്കാരുടെ പേരിലാണ് അഴിമതി കൈക്കൂലി കേസുകൾ വിജിലൻസ് കണ്ടെത്തിയത്.
രജിസ്റ്റർ ചെയ്തവയിൽ കൂടുതലും അഴിമതി കേസുകളാണ്. 326 എണ്ണമുണ്ട്. കൈക്കൂലി കേസുകൾ 216 എണ്ണവുമുണ്ട്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പേരിലാണ് കൂടുതൽ കേസുകൾ. റവന്യൂ, സഹകരണം, പോലീസ്, ഗതാഗതം എന്നീ വകുപ്പുകളും ഒട്ടും പിന്നിലല്ല. തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ പേരിൽ മാത്രം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് 126 കേസുകളാണ്. റവന്യൂ വകുപ്പിൽ 101 കേസുകളും രജിസ്റ്റർ ചെയ്തു. സഹകരണ വകുപ്പ് ജീവനക്കാരുടെ പേരിൽ 41 കേസുകളും പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരിൽ 27 കേസുകളും എടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലാണ് കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 74 അഴിമതി കേസുകളും 14 കൈക്കൂലി കേസുകളുമാണ് കണ്ടെത്തിയത്. കോഴിക്കോട് ജില്ലയിൽ 61 കേസുകളും തൃശൂരിൽ 53 കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആലപ്പുഴ, കാസർഗോഡ് ജില്ലകളിൽ മാത്രമാണ് കേസുകളുടെ എണ്ണത്തിൽ കുറവുള്ളത്. 2018 മുതൽ 2023 വരെയുള്ള 5 വർഷം സംസ്ഥാനത്ത് 561 ജീവനക്കാരുടെ പേരിലായിരുന്നു അഴിമതി കേസുകൾ വിജിലൻസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. എന്നാൽ ഈയിടെയായി കേസുകളുടെ എണ്ണത്തിൽ വൻ വർധനയാണുണ്ടായത്. അഴിമതിക്കാരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യുന്നതുൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങണമെങ്കിൽ കടമ്പകളേറെയാണ്. ഇത് അഴിമതി തുടരാനുള്ള ധൈര്യമേകുന്നു. കൈക്കൂലി കേസുകളിൽ കെണിയിൽപ്പെടുത്തിയായിരുന്നു ഉദ്യോഗസ്ഥരെ വീഴ്ത്തിയിരുന്നതെങ്കിൽ പണം നേരിട്ട് കൈപ്പറ്റാതെ മറ്റു പല മാർഗങ്ങൾ വഴി കൈക്കൂലി വാങ്ങാൻ വൈദഗ്ധ്യം നേടിയവരുമുണ്ട്. സസ്പെൻഷൻ കാലത്ത് 35% ശമ്പളം തടഞ്ഞുവെക്കുന്നതാണ് ആകെ കിട്ടുന്ന ശിക്ഷ. സസ്പെൻഷൻ ഒഴിവായാൽ മുഴുവൻ ശമ്പളവും ലഭിക്കും. കേസിൽ ശിക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ തടഞ്ഞുവെച്ച ശമ്പളവും ആനുകൂല്യങ്ങളും മുൻകാല പ്രാബല്യത്തോടെ കിട്ടും. ഈ സാഹചര്യത്തിൽ സർക്കാർ ഓഫീസുകളിലെ വിജിലൻസിന്റെ മിന്നൽ പരിശോധനയും കണക്കിൽപ്പെടാത്ത പണം പിടിച്ചെടുക്കലും പ്രഹസനമാവുകയാണ്. ഇത്തരം കേസിൽ വകുപ്പ് മേധാവിക്ക് റിപ്പോർട്ട് അയക്കൽ മാത്രമാണ് വിജിലൻസിന്റെ ചുമതല. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ ക്രൂരമായി മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്നും പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. ഇപ്പോഴത്തെ ഡിഐജിയും പ്രതികളെ രക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും കത്തിൽ സതീശൻ ചൂണ്ടിക്കാട്ടി. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ പോലീസ് ക്രൂരമായി മർദ്ദിക്കുന്ന, മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ദൃശ്യമാണ് പുറത്തുവന്നിരിക്കുന്നത്. മനുഷ്യനെന്ന പരിഗണന പോലും നൽകാതെ മനുഷ്യത്വം തൊട്ടുതീണ്ടാത്ത കാടത്തമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ക്യാമറ ഇല്ലാത്ത സ്ഥലത്ത് വെച്ചും ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട്. തീവ്രവാദികൾ പോലും ചെയ്യാത്ത ക്രൂരതയാണ് ഒരു ചെറുപ്പക്കാരനോട് പോലീസ് ചെയ്തത്. ഇവരുടെ പ്രവൃത്തി പോലീസ് സേനയ്ക്ക് മാത്രമല്ല, കേരള സമൂഹത്തിന് തന്നെ നാണക്കേടുണ്ടാക്കിയിരിക്കുകയാണ്. കസ്റ്റഡി മർദ്ദനം മനുഷ്യാവകാശ ലംഘനമാണെന്ന് വിവിധ കേസുകളിൽ സുപ്രീം കോടതി പ്രസ്താവിച്ചിട്ടുണ്ട് എന്ന് വി.ഡി. സതീശൻ ചൂണ്ടിക്കാട്ടി. സുഹൃത്തുക്കളെ പോലീസ് ഭീഷണിപ്പെടുത്തിയത് ചോദ്യം ചെയ്തു എന്നതാണ് സുജിത്തിനെതിരെ പോലീസുകാർ ചുമത്തിയ കുറ്റം. കുന്നംകുളം SI ആയിരുന്ന നൂഹ്മാന്റെ നേതൃത്വത്തിലായിരുന്നു ക്രൂരമർദ്ദനം. സ്റ്റേഷനിൽ കൊണ്ടുവന്നതു മുതൽ 3-ലധികം പോലീസുകാർ ചേർന്ന് വളഞ്ഞിട്ട് തല്ലി. കുനിച്ചു നിർത്തി പുറത്തും മുഖത്തും മർദ്ദിച്ചു. സുജിത്തിന്റെ കേൾവിശക്തി നഷ്ടമായി. കള്ളക്കേസിൽ കുടുക്കാൻ ശ്രമിച്ച പോലീസ് നീക്കവും പൊളിഞ്ഞു. 2023 നടന്ന സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ നിയമപോരാട്ടത്തിനൊടുവിലാണ് വിവരാവകാശ നിയമപ്രകാരം ലഭ്യമായത്. പ്രതികളെ രക്ഷിക്കുന്ന നടപടിയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും തുടക്കം മുതൽ ഉണ്ടായത്. മർദ്ദനത്തിന് നേതൃത്വം നൽകിയ 5 ഉദ്യോഗസ്ഥർ പ്രതിപട്ടികളിൽ പോലുമില്ല. പ്രതികളെ രക്ഷിക്കാൻ മുകളിൽ നിന്നും ശ്രമമുണ്ടായി. ക്രൈം ഡിറ്റാച്ച്മെന്റ് ACPയുടെ റിപ്പോർട്ട് പൂഴ്ത്തിയാണ് പ്രതികളെ സംരക്ഷിച്ചത്. ഇപ്പോഴത്തെ DIGയും പ്രതികളെ രക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. വിവരാവകാശ നിയമപ്രകാരം ഈ ദൃശ്യങ്ങൾ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു ക്രൂരത പുറത്തറിയില്ലായിരുന്നു. കണ്ണില്ലാത്ത ക്രൂരത നടത്തിയ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പുറത്താക്കണം. ഇവർക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു, വി.ഡി. സതീശൻ നൽകിയ കത്തിൽ പറയുന്നു. അതിനിടെ TMC അംഗങ്ങൾ തങ്ങൾക്കു നേരെ വെള്ളക്കുപ്പികൾ എറിഞ്ഞതായി ബംഗാൾ BJP അംഗങ്ങൾ ആരോപിച്ചു. ഇതോടെ മാർഷലുകൾ ഇരുവിഭാഗങ്ങൾക്കുമിടയിൽ നിലയുറപ്പിച്ചു. കുടിയേറ്റക്കാരുടെ പോരാട്ടങ്ങൾ ഉയർത്തിക്കാട്ടാൻ ലക്ഷ്യമിട്ടുള്ള ചർച്ചയെ വഴിതെറ്റിക്കാൻ BJP ശ്രമിച്ചതായി ആരോപിച്ച് മുഖ്യമന്ത്രി മമതാ ബാനർജി രംഗത്തെത്തി. കൊച്ചി എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിലൂടെ ബൈക്ക് ഓടിച്ച യുവാവ് ലഹരി, അടിപിടി കേസുകളിലും പ്രതി. പ്ലാറ്റ്ഫോമിലൂടെ ആഡംബര ബൈക്ക് ഓടിച്ച ശേഷം ബൈക്ക് ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ട യുവാവ് ഇപ്പോഴും ഒളിവിലാണ്. യുവാവിന്റെ കയ്യിൽ ചുവന്ന നിറത്തിലുള്ള ഒരു ബാഗുണ്ടായിരുന്നു. ഇതിലുള്ള വസ്തു ഒളിപ്പിക്കാനോ അല്ലെങ്കിൽ പേടിച്ചിട്ടോ ആയിരിക്കാം യുവാവ് ബൈക്ക് ഉപേക്ഷിച്ചു മുങ്ങിയത് എന്നാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത്.
റെയിൽവേ പോലീസ് എറണാകുളം ഡിവൈഎസ്പി ജോർജ് ജോസഫിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നത്. പെരുമ്പാവൂർ മുടിക്കൽ സ്വദേശി MS അജ്മലിന്റെ പേരിലാണ് തൈക്കുടത്തെ സ്ഥാപനത്തിൽ നിന്ന് 4 ലക്ഷത്തോളം വിലയുള്ള ബൈക്ക് വാടകയ്ക്കെടുത്തിരുന്നത്. ഇവിടെ നൽകിയ തിരിച്ചറിയൽ കാർഡിൽ നിന്നാണ് ബൈക്ക് വാടകയ്ക്കെടുത്തത് അജ്മലാണെന്ന് തിരിച്ചറിഞ്ഞത്. മണിക്കൂറിന് 65 രൂപ നിരക്കിൽ ഓഗസ്റ്റ് 30-ന് 1 മാസത്തേക്കാണ് ബൈക്ക് എടുത്തത്. തുടർന്ന് റെയിൽവേ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അജ്മൽ ഒട്ടേറെ കേസുകളിൽ പ്രതിയാണെന്ന് കണ്ടെത്തി. ഏളമേറ്റ്, കോതമംഗലം പോലീസ് സ്റ്റേഷനുകളിൽ അജ്മലിന്റെ പേരിൽ അടിപിടി കേസുകളുണ്ട്. ഏലൂർ പോലീസ് 2022-ലും എറണാകുളം എക്സൈസ്, കളമശ്ശേരി പോലീസ് എന്നിവർ 2024-ലും MDMAയുമായി ബന്ധപ്പെട്ട് അജ്മലിനെ അറസ്റ്റ് ചെയ്തിരുന്നു. ഈ കേസുകളിലെല്ലാം ജാമ്യത്തിലാണ് ഇയാൾ. കഴിഞ്ഞ ദിവസം പുലർച്ചെ 4:30-ഓടെ പ്ലാറ്റ്ഫോമിന്റെ 2-ാം നമ്പർ പ്രവേശന കവാടത്തിലൂടെ യുവാവ് ബൈക്കുമായി പ്രവേശിക്കുകയായിരുന്നു. ഇതിന്റെ CCTV ദൃശ്യങ്ങളും പ്രചരിച്ചിരുന്നു. യുവാവിനെ പിടികൂടാൻ RPF ശ്രമിച്ചെങ്കിലും യുവാവ് ബൈക്ക് നിർത്തി താക്കോലുമായി കടന്നുകളയുകയായിരുന്നു. ലഹരി കേസുകളിൽ പ്രതിയാണ് എന്നതുകൊണ്ട് തന്നെ ഒന്നുകിൽ ബൈക്ക് ഓടിച്ചിരുന്ന സമയത്ത് യുവാവ് ലഹരി ഉപയോഗിച്ചിരിക്കാം, അല്ലെങ്കിൽ ബാഗിൽ ലഹരി വസ്തുക്കൾ ഉണ്ടായിരിക്കാം. ഇതിനാലാണ് ഓടി രക്ഷപ്പെട്ടത് എന്ന നിഗമനത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ആരിൽ നിന്നെങ്കിലും രക്ഷപ്പെടാനുള്ള ശ്രമത്തിൽ പ്ലാറ്റ്ഫോം ആണെന്ന് അറിയാതെ ചെറിയ വഴിയിലൂടെ കയറി വന്നതുമാകാമെന്നും പോലീസ് അനുമാനിക്കുന്നുണ്ട്. അധ്യക്ഷനു പകരം ഉപാധ്യക്ഷന് താൽക്കാലിക ചുമതല നൽകേണ്ടതാണ് സ്വാഭാവിക നടപടിക്രമം. നിലവിൽ 1-ലധികം ഉപാധ്യക്ഷന്മാരാണ് സംഘടനയിലുള്ളത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ K. മുരളീധരന്റെ പരാജയത്തെ തുടർന്ന് തൃശൂർ DCC പ്രസിഡന്റായിരുന്ന ജോസ് വെള്ളൂർ രാജിവെച്ചതിന് പിന്നാലെ പാലക്കാട് MP VK ശ്രീകണ്ഠന് പാർട്ടി പകരം ചുമതല നൽകി. തിരുവനന്തപുരത്ത് DCC പ്രസിഡന്റ് പാലോതി രവി രാജിവെച്ച ഒഴിവിൽ പിറ്റേ ദിവസം തന്നെ മുതിർന്ന നേതാവ് N. ശക്തനും ചുമതല നൽകി ദേശീയ നേതൃത്വം പ്രഖ്യാപനം നടത്തി. എന്നാൽ നേതൃത്വത്തിന് അതുപോലെ എളുപ്പമല്ല യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള പ്രഖ്യാപനം. രാഹുലിന്റെ രാജിയോടെ പാർട്ടിയിൽ വീണ്ടും തലപൊക്കിയ ഗ്രൂപ്പുകളെ സമവായത്തിലെത്തിക്കുക എന്നതാണ് നേതൃത്വത്തിന്റെ മുന്നിലെ വെല്ലുവിളി. ആരോപണ വിധേയരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ വീടുകളിലേക്ക് തൃശൂർ, എറണാകുളം, കോഴിക്കോട് ജില്ലാ കമ്മിറ്റികൾ ഇന്നലെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. മലപ്പുറം ജില്ലാ കമ്മിറ്റി ഇന്ന് പ്രകടനം നടത്തി. നിയോജക മണ്ഡലം കമ്മിറ്റികളോടും പ്രതിഷേധ പ്രകടനം നടത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയാണ് പ്രതിഷേധ പ്രകടനങ്ങൾ ഏകോപിപ്പിച്ചത്. എന്നാൽ സെക്രട്ടേറിയറ്റിലേക്കോ പോലീസ് ആസ്ഥാനത്തേക്കോ സംസ്ഥാന കമ്മിറ്റി മാർച്ച് നടത്തേണ്ട എന്നതാണ് സംഘടനയ്ക്കുള്ളിലെ ചോദ്യം. അതേസമയം സംസ്ഥാനാധ്യക്ഷനെ കണ്ടെത്താനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു എന്നാണ് വിവരം. ഇന്നലെ ദേശീയ നേതൃത്വം സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുമായി ഫോണിൽ ആശയവിനിമയം നടത്തി. നേതാക്കളുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞ നേതൃത്വം ചർച്ച തുടരും എന്നാണ് വിവരം. സംസ്ഥാന തലത്തിൽ തീരുമാനമുണ്ടായ ശേഷം ദേശീയ നേതൃത്വം തീരുമാനം പ്രഖ്യാപിക്കും. സംഘടനയുടെ ചുമതലയുള്ള കൃഷ്ണ ആലാവരു സംസ്ഥാന നേതാക്കളുമായി സംസാരിച്ച് അധ്യക്ഷനെ തീരുമാനിക്കും എന്നും കൂടുതൽ വിശദാംശം അറിയില്ല എന്നുമാണ് ഈ സംബന്ധിച്ച ചോദ്യത്തിന് യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ഉദയ് ഭാനു ചിബ് പറഞ്ഞത്. 3-4 ദിവസത്തിനുള്ളിൽ പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കുമെന്നാണ് സംസ്ഥാന നേതാക്കളുടെ പ്രതീക്ഷ.